to my another video. It's from Anzo. അങ്ങനെ നമ്മൾ ഉറങ്ങിണിച്ചിട്ട് ഷടപടെ പോകുന്ന എടുത്തേക്കെന്ന് വെച്ചാൽ ചങ്ങായിൻ്റെ ഇച്ചാൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് വാങ്ങാൻ പോകുന്നത്. ഞാൻ എൻ്റെ എല്ലാ പാലുകളും വലിച്ച് ഇഴച്ച് കൊണ്ടുപോയി അങ്ങ് മെട്രോയിലേക്ക്. മെട്രോ കയറിയിട്ട് നമുക്ക് ഓർമ്മ വന്നു നമ്മൾ ദുബായ് മെട്രോയിലെ അല്ലെങ്കിൽ ഡൽഹി മെട്രോയിലെ നോക്കറോ സൈഡിലെ ഇരിക്കുന്നത്. ഈ അവിടെ സ്റ്റെപ്പിന്റെ എണ്ണം കണ്ടവന്റെ ബോധം പോയി. പേടിക്കണ്ട, 300 പടികൾ കയറിയാ കാണാൻ. ഈഞ്ഞപ്പാട് ബേ പുറത്തേക്ക് ചെയ്യുമ്പോ ഒരു 5 മിനിറ്റും കൂടി നിന്ന് ഞാൻ ഡ്രൈ ഫ്രൈ ആയിട്ട് അങ്ങനെ ബേ ഓടിപ്പോയി. ഞാൻ മാളിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ മുമ്പിൽ ഒരു 3 ശിങ്കടികളെ വെച്ച് എണ്ണം കൂടണ്ടാത്ത ആദ്യ ഒരു ബോഡി ഗാർഡിനെ എടുത്ത്. ഏത് മൂഡ്? അംബാനി മൂഡ്. അങ്ങനെ നേരെ കയറിപ്പോയത് ഡാബ്സി പറഞ്ഞ പോലെ സുഗിന്റെ മുകളിൽ ശരിയിൽ ഒരു ഷൂ വാങ്ങാൻ പോയി. ആടെ എത്തിപ്പോയിട്ട് എന്റെ ഷൂനുള്ളിൽ എന്തോ കുത്തുന്നു നോക്കിയിട്ട് നമുക്ക് കിട്ടിയത് എന്ത് കണ്ടിടത്തില്ല റേഷനറി അളവിൽ നേരെ തിരിച്ച് അളവിനുള്ളിൽ ഷൂ വെക്കുന്നത്. സാനി ബക്കോട്ടിന്റെ കളിയായി ഇവിടെ കളിച്ചത് നോക്കി സാധനം എടുത്തിട്ടാ ഇതാ എടുക്കാത്ത നമുക്കൊരു വിഷയമല്ല. പക്ഷേ സംഗീതം എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അടുത്ത കുറെ കലാപരിപാടി കഴിഞ്ഞ് ഔട്ടി പുറത്താക്കിയിട്ട് നേരെ നോക്കുമ്പോൾ 1600 കോടിന്റെ പെൻഡോസ് ഞാൻ കണ്ടിട്ട് ബോധം പോയി. പ്രൈസ് ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആണെങ്കിൽ ലവ് സ്റ്റോറി ചെയ്താൽ ഇത് കണ്ടപ്പോൾ എന്നെ ചെയ്തിന്റെ മനസ്സിൽ വന്നത് കണ്ടോ. നോട്ടവും ഷെയ്സിന്റെ കിളിയും എല്ലാം ഒരുമിച്ച് പോയിട്ട് അമ്മ ആടുന്ന് പോയി പർച്ചേസ് ആക്കിയിട്ട് ആടുന്ന ഐഡിയ വാങ്ങിയിട്ട് ബെല്ല ഷോ ആക്കുന്നത്. അത് ഏത് എനത്തപ്പെട്ടത് പോലും എനിക്കറിയില്ല. അള്ളച്ചൊരു മരുന്നില്ല. അത് തേച്ചപ്പോൾ എന്റെ പണ്ട പുറത്തേക്ക് വന്നു. ഇതെന്താ വെച്ചാൽ ഇത് വാങ്ങിയിട്ട് കീടയില കാക്ക് കുഷ്ഠരോഗം അതിനെ തേച്ചോ പോട്ടത് ഇവിടുന്ന് കുറിച്ച് പഠിക്കാൻ കഴിയോ? അടിക്ക് മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതൊക്കെ എന്ത്? ഞാൻ പോകുന്നു. ഷറാഫത്തിന് മോട്ടറാക്കിയിട്ട് ആർന്ന് ബേ ബുട്ടും കൂടി പയച്ചിട്ട് ഞാൻ തലറിയിട്ട് പോട്ടെ. ഷെയ്സ് ബേ ഫുഡ് വാങ്ങിട്ട് വന്നു. അപ്പൊ എന്നെ കണ്ടോളൂ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുടെ ആഗ്രഹിക്കും. ഫുഡടിയും പരിപാടി കഴിഞ്ഞ് ആടെ കണ്ട ബൈക്കിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഷൈനിങ് ആക്കാൻ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ബാസ്കറ്റ് ബോളും കളിച്ച് എറിയാൻ നോക്കി ഷോ ആക്കാൻ നോക്കിയിട്ട് ഊബി പോയി കഴിച്ചു. അങ്ങനെ എല്ലാ പരിപാടി കഴിഞ്ഞാൽ റൂമിലേക്ക് റിട്ടേൺ അടിച്ചു. അപ്പൊ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും പറയണല്ല. ഹാപ്പി വൈബ്സ്. ഓക്കെ ബൈ.